ഹലോ ഓൾ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ ബയോസ്ഫിയർ എന്താണെന്നുള്ളത്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജൈവമണ്ഡലം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതായത് ജീവനുള്ള എല്ലാം ഉൾപ്പെടുന്നവയാണ്, നമ്മൾ അതിനെയാണ് ബയോസ്ഫിയർ എന്ന് പറയാം. അതായത് ലിവിങ് തിങ്സ് ഓൺ അബവ് ആൻഡ് ബിലോ ദ എർത്ത് സർഫസ് എന്ന് നമുക്ക് പറയാം. അതാണ് ബയോസ്ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്റർ കൊടുത്തത് കാണാം അല്ലെ? അതെന്താണ്? അത് എന്തിനു പറ്റിയിട്ടുള്ള പോസ്റ്റർ ആണ്? നമ്മൾ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് നിങ്ങൾ കണ്ടത്. അല്ലെങ്കിൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് പോസ്റ്റർ. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. കൺസർവേഷൻ ഓഫ് നേച്ചറിന് ഒപ്പം തന്നെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നാച്ചുറൽ കലാമിറ്റീസ് പോലെ ഉണ്ടാവുന്നതും എല്ലാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിന് കാരണമാകുന്നതെന്നും അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. പൊല്യൂഷൻസിനെ പറ്റിയൊക്കെ, ഓഷ്യൻ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫോട്ടോസിന്തസിസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിന്റെ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നീട് ഫോട്ടോസിന്തസിന് ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ കീമോസിന്തസിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോബൽ വാർമിംഗ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേം ആണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്? എർത്തിന്റെ ടെമ്പറേച്ചർ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗിന്റെ കാരണം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ എങ്ങനെയായിരിക്കാം അറ്റ്മോസ്ഫിയറിൽ കൂടുന്നുണ്ടാവുക? നിങ്ങൾക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടി പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം. അപ്പോ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിന് വേണ്ടി പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ നടക്കുന്നില്ലേ? ശ്വസനം നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ? ഒരു മിനിറ്റ് പോലും നമ്മൾ ശ്വസിക്കുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല, നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പൊ നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ബാലൻസ് വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ അവിടെ നിയന്ത്രിച്ചു നിർത്തുന്നു എന്ന് നമുക്ക് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ റെസ്പിറേഷൻ വഴി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഒരു ബാലൻസ് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ബാലൻസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അളവ് അവിടെ കൂടുന്നില്ല, എപ്പോഴും ഒരു ക്രമാതീതമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന സമയത്ത് ചൂടാവുന്നത്, അതായത് അറ്റ്മോസ്ഫിയർ മൊത്തമായി ചൂടാവുന്നു. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെ? ഗ്ലോബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭൂമി, വാർമിംഗ് എന്ന് പറയുന്നത് ചൂടാവുന്ന ഒരു അവസ്ഥ അല്ലെ? അപ്പോ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതേപോലെ കുറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ അങ്ങനെയൊക്കെ പറയാം. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കൂടുതലും കാര്യങ്ങളും മറ്റുമൊക്കെ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം കൊടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്താണ് എന്നുള്ളതും അതിന്റെ കാരണം എന്താണെന്നുള്ളതും
പ്ലാന്റ്സിന് അതിൽ എന്ത് പങ്കാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പ്ലാന്റ്സിന് ഇത് വലിയൊരളവിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിനായി നിരന്തരം പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസിനായി പ്ലാന്റ്സ് അത് ഉപയോഗിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും അളവ് എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നു. നമ്മൾ റെസ്പിറേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ആ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മരങ്ങൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? നമ്മൾ റെസ്പിറേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാനായിട്ട് അവിടെ പ്ലാന്റ്സ് ഇല്ല. പ്ലാന്റ്സിനൊക്കെ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് അവിടെ കുറയുന്നില്ലേ? പ്ലാന്റ്സ് കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ ആളില്ലാതായി. ആളില്ലാതാവുന്ന എന്ത് സംഭവിക്കുന്നു? അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. അങ്ങനെയാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ട് അതിലൊരു സെന്റൻസും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺട്രോൾ ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന്, അല്ലെ? അതാണ് നമ്മളുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഈ കോൺസിക്വൻസസിൽ നിന്നെല്ലാം നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണുന്നുണ്ട്. ഒരു ഇലസ്ട്രേഷൻ 1.1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതില് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ബാലൻസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത് എന്നാണ്. ഞാൻ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, പ്ലാന്റ്സ് നിരന്തരമായി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ റെസ്പിറേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, പ്ലാന്റ്സ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ സൈക്കിളിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ കുറെ കൂടി എലോബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സൈക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് സ്വീകരിക്കുന്നു, ഫോട്ടോസിന്തസിസ് നടക്കുന്നു, അത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, അല്ലെ? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അനിമൽസിലേക്ക് എത്തുന്നുണ്ടല്ലോ, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അല്ലേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്ലാന്റ്സ് അതാണല്ലോ നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എവിടെ എത്തുന്നു? അനിമൽസിൽ എത്തുന്നു. അതേപോലെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനൊപ്പം തന്നെ എന്ത് പുറത്തേക്ക് വിടുന്നുണ്ട്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഓക്സിജനും അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേഷനായി ഉപയോഗിക്കുന്നു. അങ്ങനെ റെസ്പിറേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. പ്ലാന്റ്സും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അല്ലെ? രാത്രിയിൽ പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയി ഉണ്ടാകുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതും അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. സോ പിന്നെയും പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ഫോട്ടോസിന്തസിസിലൂടെ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു. അത് രണ്ടും അനിമൽസ് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയും അനിമൽസ് റെസ്പയർ ചെയ്യുന്നു, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, വീണ്ടും പ്ലാന്റ്സ് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു സൈക്കിൾ ആയിട്ടാണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒരു ബാലൻസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ. അതിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. Why doesn't the level of oxygen in the atmosphere decrease? എന്തുകൊണ്ടാണ് ഓക്സിജന്റെ ലെവല് അറ്റ്മോസ്ഫിയറിൽ കുറയാത്തത് എന്ന്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എല്ലാ ഹ്യൂമൻ ബീങ്സും പ്ലാന്റ്സും അനിമൽസും എല്ലാവരും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? റെസ്പിറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെർസെന്റേജ്, ഓക്സിജന്റെ പെർസെന്റേജ് അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റെസ്പിറേഷൻ, അതേപോലെ നമ്മൾ റെസ്പിറേഷന് വേണ്ടി ഓക്സിജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പ്ലാന്റ്സും അനിമൽസും ഹ്യൂമൻ ബീങ്സും എല്ലാം. ഓക്സിജൻ പിന്നീട് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് ആരാണ് നൽകുന്നത്? പ്ലാന്റ്സ് ആണ്, ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നു.
നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, ഓക്സിജൻ നമ്മൾ റെസ്പിറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു പ്ലാന്റ്സ്, എന്നിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയി ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അപ്പൊ അവിടെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ലെവൽ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കുറയാതെ നിലനിന്ന് പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡസന്റ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഒരിക്കലും കൂടാതെ നിൽക്കുന്നത്? കാരണം നമ്മൾ റെസ്പിറേഷനിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. പ്ലാന്റ്സ് ഇല്ല എങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൂടി വരും. പക്ഷെ നമ്മുടെ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഫോട്ടോസിന്തസിസ് വേണ്ടിയിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഗ്ലോബൽ വാർമിങ്ങിന് കാരണം നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് ഡീഫോറസ്റ്റേഷൻ ആണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ റെസ്പിറേഷൻ വഴി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടുകയും അതേപോലെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്ന പക്ഷം അവിടെ പ്ലാന്റ്സ് ഇല്ല. പ്ലാന്റ്സ് ഇത് ഉപയോഗിക്കാനായി പ്ലാന്റ്സ് അവിടെ ഇല്ലാതാവുന്നു അല്ലെ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഇതിന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയർ ചൂടാകുന്നു. അങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ? ഏത് പ്രോസസ് ആണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇത്ര നേരം പറഞ്ഞു വന്ന സംഭവം തന്നെയാണ്, ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസ് ആണല്ലോ എന്തിന് കാരണമാവുന്നത്? ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അറ്റ്മോസ്ഫിയറിൽ ആ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുകയാണ്. എന്തിനാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇത്ര നേരം നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഫോട്ടോസിന്തസിസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ളത്? ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. ചെറിയ ക്ലാസ് മുതലേ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഫോട്ടോസിന്തസിസിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഇതിൽ കൂടെ പഠിക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലാതെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലോറോഫിൽ, വാട്ടർ, സൺലൈറ്റ്, മിനറൽസ് ആൻഡ് സോൾട്ട്. ഇത്രയും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും. ഓക്കെ അല്ലേ? ഇനി അവിടെ ഒരു കുട്ടിയുടെ ഒരു ചോദ്യമാണ്. ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ അല്ല, ഞാൻ വായിക്കാം. വൈ ഇസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ് ഗ്രീനർ ദാൻ ദ ലോവർ പാർട്ട്? അതാണ് കുട്ടിയുടെ ചോദ്യം. കുട്ടി ഒരു ചെടിയുടെ അടുത്ത് പോയി നിന്നിട്ട് ഇല നിരീക്ഷിച്ചപ്പോ ആ ഇലയുടെ മുകൾ ഭാഗം നല്ല പോലെ ഗ്രീൻ ആണ്, നല്ല ഗ്രീൻ ആണ്. പക്ഷെ ലോവർ പാർട്ട് അത്ര ഗ്രീൻ അല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് കുട്ടി. അപ്പൊ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ മേലെ മാത്രം ഗ്രീൻ ആയിരിക്കുന്നത്, എന്തുകൊണ്ട് താഴത്തെ ഭാഗത്തിന് ഗ്രീൻ കളർ കൂടുതൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ? കാരണം ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ പ്രസൻസ് ആണ്. നിങ്ങൾക്കറിയാം ക്ലോറോഫിൽ ആണ് ചെടികൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. ക്ലോറോഫിൽ ആണ് ചെടികൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നത്. അപ്പൊ ക്ലോറോഫിൽ ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടെയാണല്ലോ ഗ്രീൻ ആയിരിക്കുക. ഏറ്റവും കൂടുതലുള്ളത് ഒരു ഇലയുടെ മുകൾ ഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് അത് ഗ്രീനിഷ് ആയിട്ടിരിക്കുന്നത്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഏറ്റവും കൂടുതൽ ഗ്രീൻ ഏതാണ്? മുകൾ ഭാഗം അല്ലേ? അടിഭാഗം നോക്കൂ. അടിഭാഗം എങ്ങനെയുള്ളത്? കുറച്ച് ഡിം ആണ്.
മുകൾ ഭാഗം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഗ്രീൻ കളർ. പക്ഷെ അടിഭാഗമാണെങ്കിലോ അത്ര ഗ്രീൻ അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അല്ലെ. അതാണ് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്, നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും, ഡൈക്കോട്ട് ലീവ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയും. അതായത് പുൽവർഗ്ഗങ്ങളിലുള്ള ചെടികളിലൊന്നും നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം കാണില്ല. അതായത് അടിയിലെ ഭാഗവും മേലെ ഭാഗവുമായിട്ട് വ്യത്യാസമായി കളറ് നിങ്ങൾക്ക് അതിൽ കാണില്ല. പക്ഷേ നിങ്ങൾ ഒരു ഡൈക്കോട്ട് ലീഫ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ് എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത് എന്താണ് എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ പുൽവർഗ്ഗത്തിലുള്ള അങ്ങനെയുള്ള ചെടികൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണില്ല. അല്ലാതെയുള്ള ചെടികളിലെ ഇലകൾ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഏറ്റവും കൂടുതൽ പച്ചയുള്ളത് അതിന്റെ മേൽവശത്തും അടിവശം എന്താണ്, അടിവശം എന്ന് പറയുന്നത് ലൈറ്റ് കളറും ആയിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്ലോറോഫിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലീഫിന്റെ മേൽവശത്താണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ലീഫിന്റെ മേൽവശവും എന്നാൽ എവിടെയാണത് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ലീഫ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ചു പേരെങ്കിലും എന്തുണ്ടാവും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ക്ലോറോഫിൽ എവിടെയായിരിക്കും ഉണ്ടാവുക, എവിടെയായിരിക്കും ഇത്, എങ്ങനെയാണ് ഇത് കളർ കൊടുക്കുന്നത് അല്ലെ, എവിടെയാണ് ഇതിന്റെ സ്ഥാനം എന്നൊക്കെ നിങ്ങൾ ചിലവരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത്, ഒരു ലീഫിന്റെ നമ്മൾ ഒരു സെക്ഷൻ എടുത്തു, ഒരു ചെറിയൊരു ഭാഗം മുറിച്ചെടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചു നോക്കുമ്പോൾ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ആ ചിത്രമാണ് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം എന്താണ്, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയപ്പോൾ ഒരു ലീഫിന്റെ ചെറിയൊരു ഭാഗം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയപ്പോൾ ഉള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ചിത്രത്തില് ഏറ്റവും മേലെ ആയിട്ട് നിങ്ങൾക്ക് പച്ച നിറം കാണാൻ പറ്റുന്നില്ലേ? പക്ഷെ താഴെ നോക്കുമ്പോൾ അത്ര പച്ചയില്ല. മേലെ നല്ല പോലെ പച്ചയാണ്, പക്ഷെ താഴെ കണ്ടോ, താഴെ അത്ര പച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഒരു സെക്ഷന്റെ ഭാഗം, അതിന്റെ ഒരു പാർട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മേലെയും താഴെയും എന്തുണ്ട്, എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഉപരിവൃതി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. എപ്പിഡെർമിസ് എന്നാണ് നമ്മൾ അതിനെ പറയുക, എപ്പിഡെർമിസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എപ്പിഡെർമിസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴെയായിട്ട് എന്താണുള്ളത്, മീസോഫിൽ സെൽസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, മീസോഫിൽ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ മീസോഫിൽ കോശങ്ങളിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഈ ക്ലോറോഫിൽ ഉള്ളത്. അപ്പൊ മീസോഫിൽ കോശത്തിന്റെ ഉള്ളില് ക്ലോറോഫിൽ എവിടെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, ആ മീസോഫിൽ സെൽസിൽ നിങ്ങൾക്ക് ആ പച്ച കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് മീസോഫിൽ സെൽ എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളില് ഒരു പച്ച നിറം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു പച്ച നിറം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് മീസോഫിൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീസോഫിൽ സെല്ലിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് കാണാൻ പറ്റുക. അപ്പൊ അത് ഏറ്റവും കൂടുതൽ മേലെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇലയുടെ മേലെ ഭാഗം വളരെയധികം ഗ്രീൻ കളറായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളൊരു ചിത്രമാണ്. ഓക്കെ, അതില് ഒരു ലീഫ് കാണിച്ചിട്ടുണ്ട്. ആ ലീഫിൽ നമ്മൾ മുൻപ് കണ്ട അതേ ചിത്രം, എപ്പിഡെർമിസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, മീസോഫിൽ കോശങ്ങളുണ്ട്. ആ മീസോഫിൽ കോശം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ സ്ട്രക്ചർ അതുപോലെയാണ്. അതിലെ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ മീസോഫിൽ സെല്ലിന്റെ
അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് സെല്ലിലെ ഒരു ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഗ്രാന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പൊ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. മീസോഫിൽ സെല്ല് നമ്മൾ ഒന്ന് എടുത്തു. ആ മീസോഫിൽ സെല്ല് നമ്മളൊരു മീസോഫിൽ സെല്ല് എടുത്തു. ഒരു മീസോഫിൽ സെല്ലാണെന്ന് വിചാരിക്കുക. ആ മീസോഫിൽ സെല്ലിന്റെ നമുക്ക് ഇങ്ങനെ ഒരു പച്ച നിറം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചു അല്ലെ? ആ മീസോഫിൽ സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു ഭാഗം, ഇതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിൽ ഒരു ഭാഗം ഇതാണ്. ഞാൻ ഈ വരയ്ക്കുന്നതാണ് എന്ത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൽ എന്ന് വെക്കാം. ക്ലോറോപ്ലാസ്റ്റ് അതാണ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ക്ലോറോഫിൽ കാണാൻ പറ്റുക. അപ്പൊ നമുക്കത് നോക്കാം. എന്താണ് ക്ലോറോഫിൽ? ആ ക്ലോറോഫിലിന്റെ ഉള്ളിൽ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അറിയാം ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്. ക്ലോറോഫിൽ എന്താണ് ചെയ്യുന്നത്? ഗ്രീൻ കളർ പ്ലാന്റ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഫോട്ടോസിന്തസിസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം? ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത് എന്ന് പറയാം അല്ലെ? ഫോട്ടോസിന്തസിസ് നടക്കാൻ ക്ലോറോഫിൽ വേണം. ക്ലോറോഫിൽ ഉള്ളത് ക്ലോറോപ്ലാസ്റ്റിലാണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫോട്ടോസിന്തസിസ് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്, അത് ശരിയാണ്. പക്ഷെ ഫോട്ടോസിന്തസിസ് ലീവ്സിൽ മാത്രമല്ല. എവിടെയൊക്കെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ അവിടെ എല്ലാവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോ ഈ ഗ്രാന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതില്. ക്ലോറോപ്ലാസ്റ്റില് ഗ്രാന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗ്രാന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോയിൻസ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതിൻ്റെ ഉള്ളില്? അതിലെ ഒരു ഭാഗത്തെ ഈ ഒരു കോയിനിനെ പറയുന്ന പേര് ഗ്രാന എന്നും ഈ മൊത്തം കോയിനിനെ പറയുന്ന പേര് ഗ്രാനം എന്നുമാണ്. ഒരു കോയിൻ മാത്രമാണെങ്കിൽ ഗ്രാന എന്നും, മൊത്തം കോയിൻസ് മൊത്തമാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാനം എന്നുമാണ് പറയുക. ഈ ലിക്വിഡ് ഭാഗമില്ലേ ഇവിടെ കാണപ്പെടുന്ന അതായത് ഈ കോയിൻസ് അല്ലാതെ കാണപ്പെടുന്ന ഈ ഭാഗം ഒരു ഫ്ലൂയിഡ് ഫില്ലഡ് ഭാഗമാണ്. ആ ഫ്ലൂയിഡ് ഫില്ലഡ് ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമ. ഈ ക്ലോറോപ്ലസ്റ്റ് ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. കണ്ടോ? നിങ്ങൾക്ക് രണ്ട് മെംബ്രെയിൻസ് ആണ് ഇതിനുള്ളത്. രണ്ട് മെംബ്രെയിൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കോയിൻസ് ആയിട്ട് കാണപ്പെടുന്നതിനെ നമ്മൾ ഗ്രാന എന്ന് പറഞ്ഞു. അതിൽ ഒരു കോയിനിനെ നമ്മൾ മൊത്തം കോയിൻ ആണെങ്കിൽ ഗ്രാനം, ഒരു കോയിൻ ആണെങ്കിൽ ഗ്രാന. അതേപോലെ ആ ലിക്വിഡ് പോർഷൻസിന് നമ്മൾ പറയുന്ന പേര് സ്ട്രോമ എന്നുമാണ്. ഇത്രയും മനസ്സിലാക്കണം. ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ ഡബിൾ മെംബ്രെയിൻ ആണ്. ഓരോ കോയിൻസ് ആയിട്ട് അതിനുള്ളിൽ കാണപ്പെടുന്ന ആ കോയിനിനെ ഒന്നിനെ ഗ്രാന എന്നും മൊത്തം കോയിനുകളെ ഗ്രാനം എന്നും അതിൽ കാണുന്ന ഫ്ലൂയിഡ് പാർട്ടിനെ സ്ട്രോമ എന്നുമാണ് പറയുക. ഇത്രയും മനസ്സിലാക്കണം. ഇനിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഈ ഗ്രാനിന്റെ ഉള്ളിലാണ് ഈ ക്ലോറോഫിൽ ഉള്ളത്. ഇതാണ് ഗ്രാന എന്ന് വിചാരിക്കുക. ഈ ഗ്രാനന്റെ ഉള്ളിലാണ് എന്ത്? ഇങ്ങനെ ക്ലോറോഫില്. ഈ ഗ്രാനന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ ഉണ്ടാവുക. ക്ലോറോഫിൽ മാത്രമാണോ ഉള്ളത്? അല്ല. ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ തന്നെ രണ്ട് വിധമുണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, പിന്നെ കാരോട്ടിൻ ആൻഡ് സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റും ഉണ്ട്. അതായത് ഇതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി ഉണ്ട്? കാരോട്ടിനുമുണ്ട്, കുറെ കാരോട്ടിനുമുണ്ട്. അതേപോലെ തന്നെ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റുകളും ഈ ഗ്രാനയ്ക്കുള്ളിൽ ഉണ്ട്. അപ്പോ ഗ്രാനയ്ക്കുള്ളിലാണ്. ഇപ്പൊ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ന് പറയുന്നുണ്ട്.
പക്ഷെ ആ ക്ലോറോപ്ലാസ്റ്റ് സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ ഉള്ളത്, അതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം. പക്ഷേ ക്ലോറോപ്ലാസ്റ്റിൽ എവിടെയാണ്, ഏത് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ലോറോഫിൽ ഉള്ളത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് നമ്മൾ എവിടെ പറയണം? അതിന് നമ്മൾ സ്ട്രക്ചർ പഠിക്കണം. ആ സ്ട്രക്ചർ മനസ്സിലാക്കണം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. അതിന് രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. രണ്ട് ഡബിൾ മെംബ്രെയിൻ ആണ്. അതിന്റെ ഉള്ളിലായിട്ട് കുറെ അധികം ഇങ്ങനെ കോയിൻസ് പോലെ നമുക്ക് കുറെ കാണാൻ പറ്റുന്നുണ്ട്. ആ കോയിൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാന എന്ന്. അതിന്റെ ഒരു കോയിനിന് ഗ്രാന എന്നും മൊത്തം കോയിൻസിന് പറയുന്ന പേര് ഗ്രാനം എന്നുമാണ്. അതിന്റെ സ്പേസ്, അതിന് ചുറ്റുമുള്ള ആ ലിക്വിഡ് ഭാഗത്തെ നമ്മൾ പറയുന്ന പേര് സ്ട്രോമ എന്നാണ്. ഈ ഗ്രാനന്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രാനന്റെ ഉള്ളിലായിട്ട് കുറെ അധികം നമുക്ക് ക്ലോറോഫിൽ കാണാൻ പറ്റുന്നുണ്ട്. ക്ലോറോഫിലിനൊപ്പം തന്നെ എന്തും കൂടി ഉണ്ട്? ക്ലോറോഫിലിനൊപ്പം തന്നെ സാന്തോഫിലും കരോട്ടിനും കൂടെ ആ ഒരു ഗ്രാനന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ ഗ്രാനന്റെ ഉള്ളിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റുകളും ഉണ്ട്. ഓക്കെ, ഇനി ഈ എല്ലാ പിഗ്മെന്റുകളും, അപ്പൊ ഇത് എന്തിനാണ്? ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഈ സാന്തോഫിലും, ഇതെല്ലാം എന്തിനാണ് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ എന്താണ് അത് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ക്ലോറോഫിൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്നു എന്നത് മാത്രമല്ലല്ലോ, അത് എന്താണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എല്ലാ പിഗ്മെന്റും എന്താണ്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പിഗ്മെന്റും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുമെങ്കിലും ക്ലോറോഫിൽ എക്ക് മാത്രമാണ് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ക്ലോറോഫിൽ എക്ക് മാത്രമേ ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും എന്ത് ചെയ്യുന്നുണ്ട്? അതെല്ലാം അസസറി പിഗ്മെന്റുകൾ എന്നാണ് പറയുന്നത്. അതായത് ഈ എല്ലാ പിഗ്മെന്റുകളും ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. ക്ലോറോഫിൽ എ മാത്രം എന്ത് ചെയ്യും? അത് മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഫോട്ടോസിന്തസിസിൽ. ഈ പിഗ്മെന്റിനെ ഒന്നും കൂട്ടില്ല. ഈ പിഗ്മെന്റുകളെല്ലാം എന്താ ചെയ്യുന്നത്? സഹായിക്കും ക്ലോറോഫിൽ എക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ പിഗ്മെന്റുകളും സാന്തോഫിലും ക്ലോറോഫിൽ ബിയും കരോട്ടിനും എല്ലാ പിഗ്മെന്റും എന്ത് ചെയ്യും? ലൈറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്ത് അത് ക്ലോറോഫിൽ എക്ക് കൊടുക്കും. അതുകൊണ്ട് ഇതിനെ അസസറി പിഗ്മെന്റ് എന്നാണ് പറയുന്നത്. അത് വലിയ യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു അസസറി പിഗ്മെന്റ് എന്ന് പറയാലോ. വലിയ യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാലും ചെറിയൊരു യൂസ് ഉണ്ട് അല്ലെ. ഇതെല്ലാം ലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്തതിന് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിനെ അസസറി പിഗ്മെന്റുകൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലോറോപ്ലാസ്റ്റില് നമ്മൾ പറഞ്ഞു അല്ലെ, കുറെ പിഗ്മെന്റുകളെ പറ്റി പറഞ്ഞു. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്നതാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ കേട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്താണ്? കരോട്ടിൻ, സാന്തോഫിൽ എന്നൊക്കെയാണ് അല്ലെ. കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. നിങ്ങൾ 8th സ്റ്റാൻഡേർഡില് നിങ്ങൾക്ക് ഇതിനെ പറ്റി പഠിക്കാനുണ്ട്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെയും പഠിക്കുന്നുണ്ട്. എന്താണ് കരോട്ടിൻ, എന്താണ് ആന്തോസയാനിൻ, എന്താണ് സാന്തോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ആന്തോസയാനിനും ഒരു പിഗ്മെന്റ് ആണ്. അതും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ്. അത് ക്ലോറോപ്ലാസ്റ്റിൽ ഇല്ല. പക്ഷെ കരോട്ടിനും സാന്തോഫിലും കളർ കൊടുക്കുന്നവയാണ്, ആന്തോസയാനിനും കളർ കൊടുക്കുന്നവയാണ്. പക്ഷെ ആന്തോസയാനിൻ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ക്ലോറോപ്ലാസ്റ്റിൽ അല്ല ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ കരോട്ടിനും സാന്തോഫിലും എന്താണ്? ക്ലോറോപ്ലാസ്റ്റിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം കരോട്ടിൻ നോക്കാം. ഓക്കെ, കരോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ക്യാരറ്റ് ആണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ക്യാരറ്റ്.
ഓക്കെ, ഇപ്പൊ ക്യാരറ്റിന്റെ കളർ കണ്ടില്ലേ നിങ്ങള്? ഒരു യെല്ലോ അല്ലെ, ഒരു ഓറഞ്ച് യെല്ലോ കളറാണ് ക്യാരറ്റിനുള്ളത്. ഒരു ഓറഞ്ചിഷ് യെല്ലോ കളറാണ് ക്യാരറ്റിനുള്ളത്. ആ നിറം നൽകുന്നത് കരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ആ ഒരു നിറം അതിന് നൽകുക. ആ ഒരു പച്ചക്കറിക്ക് ആ നിറം നൽകാൻ കാരണം എന്താണ്? അതിന്റെ സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ, അതില് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കില്ല, അതില് ക്രോമോപ്ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിലാണ് കരോട്ടിൻ എന്ന് പറയുന്നത് വരിക. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇതിനെ പറ്റി പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് കുറെ അധികം പഠിക്കാനുള്ളത് ഉണ്ട്. അപ്പൊ കരോട്ടിൻ, ഇവിടെ ജസ്റ്റ് കരോട്ടിൻ എന്താന്ന് മനസ്സിലാക്കുക. കരോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്, ആ ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയ്ക്കുള്ളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിഗ്മെന്റ് ആണ് കരോട്ടിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം വിറ്റമിൻ എ എന്ന് പറയുന്നത്, ക്യാരറ്റ് കഴിച്ചാൽ വിറ്റമിൻ എ കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ക്യാരറ്റ് കഴിച്ചാൽ ഉടനെ തന്നെ വിറ്റമിൻ എ അതിൽ സ്റ്റോർഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കരോട്ടിൻ ആണ് അതിലുള്ളത്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിൻ ലിവറിൽ എത്തിയിട്ട് വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ലിവറിൽ എത്തിയിട്ട് കരോട്ടിൻ എന്ത് ചെയ്യുന്നു? വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതെന്താണ്? അത് വളരെയധികം ഐ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. കണ്ണുകൾക്ക് അത് നല്ലപോലെ കാഴ്ചശക്തി കൂടാൻ അല്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ക്യാരറ്റ് നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ് കാരണം? വിറ്റമിൻ എ എന്ന് പറയുന്നത്, അതിൽ കരോട്ടിൻ ഉണ്ട്. ആ കരോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൽ എത്തിയിട്ട് വിറ്റമിൻ എ ആയിട്ട് മാറും. അത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നതുകൊണ്ടാണ്, ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് കഴിക്കണം എന്ന് പറയുന്നത്. ഈ പിഗ്മെന്റ് വാട്ടർ ഇൻസോളിബിൾ ആണ്. നമ്മളിപ്പോ ബീട്രൂട്ട് ഒക്കെ മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, ബീട്രൂട്ട് ഒക്കെ മുറിച്ചു കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിന്റെ മൊത്തം ആ ഒരു നിറം നമ്മുടെ കയ്യിലായിരിക്കും അല്ലെ. മൊത്തം നമ്മുടെ കയ്യിലാവും ആ നിറം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ ആന്തോസയാനിൻ കൊടുത്തിരിക്കുന്നുണ്ടോ, അത് ഞാൻ ഞാവൽ പഴമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഞാവൽ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വയലറ്റ് കളർ മൊത്തം നാക്കിലുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ കാരണം? കാരണം ആന്തോസയാനിൻ അതേപോലെ തന്നെ ബീറ്റാറ്റിൻ എന്ന് പറയുന്ന ബീട്രൂട്ടിലുള്ള പിഗ്മെന്റുകളൊക്കെ വെള്ളവുമായിട്ട് പെട്ടെന്ന് അലിഞ്ഞു ചേരും. വാട്ടർ സോളിബിൾ ആണ്. അതായത് വെള്ളവുമായിട്ട് ചേരുമ്പോഴാണ് പെട്ടെന്ന് അത് പടരുന്നത്. ഓക്കെ, പക്ഷെ കരോട്ടിനും സാന്തോഫിലും ഒന്നും എന്തല്ല, വാട്ടർ സോളിബിൾ അല്ല, വാട്ടർ ഇൻസോളിബിൾ ആണ്. നിങ്ങൾക്ക് ക്യാരറ്റ് മുറിക്കുന്ന സമയത്ത് ആ യെല്ലോ കളർ നിങ്ങളുടെ കയ്യിലാവുന്നുണ്ടോ? ആ ഓറഞ്ച് കളർ ഇല്ല, ആവുന്നില്ല. അതേപോലെ സാന്തോഫിൽ എന്ന് പറയുമ്പോൾ പപ്പായ, മാംഗോ ഇതൊക്കെയാണ്. ഇപ്പൊ മാംഗോവും പപ്പായൊക്കെ മുറിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്താവുന്നില്ല, ആ ഒരു കളർ അല്ലെ, ആ യെല്ലോ കളർ ഒരിക്കലും നിങ്ങളുടെ കയ്യിലാവുകയോ അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ നാക്കിൽ പറ്റിപ്പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. കാരണം അത് വാട്ടർ ഇൻസോളിബിൾ ആണ്. വാട്ടർ ഇൻസോളിബിൾ ആയതുകൊണ്ട് അത് പടരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ കരോട്ടിൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ കളർ മനസ്സിലാക്കുക, അത് ഏതിലാണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വെജിറ്റബിൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അത് എവിടെയായിരിക്കും? ക്ലോറോപ്ലാസ്റ്റിൽ, ഗ്രാനിന്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സാന്തോഫിൽ എടുക്കുകയാണെങ്കിൽ സാന്തോഫില് എന്താണ് കളർ കൊടുക്കുന്നത്? സോറി, ഗ്രീൻ അല്ല, യെല്ലോ കളറാണ് സാന്തോഫിൽ കൊടുക്കുന്നത്. അത് ഗ്രാനിന്റെ ഉള്ളിൽ തന്നെയാണ് സാന്തോഫിലും ഉള്ളത്. വാട്ടർ ഇൻസോളിബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, വെള്ളത്തിൽ അത് കലരുന്നില്ല എന്നുള്ളത്. ഇനി ബീറ്റാറ്റിൻ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി കൊടുത്താണ്. ബീറ്റാറ്റിൻ എന്ന് പറയുന്നത് ബീട്രൂട്ടിലുള്ള പിഗ്മെന്റ് ആണ്. അത് വാട്ടർ സോളിബിൾ ആണ്. ആന്തോസയാനിൻ എന്ന് പറയുന്നത് ഗ്രാനിയിലില്ല. നമുക്ക് ഗ്രാനിയില് കാണുന്നില്ല. ഗ്രാനിയിൽ നമുക്ക് ആന്തോസയാനിൻ കാണാൻ പറ്റില്ല. അത് എവിടെയായിരിക്കും അറിയോ? ഒരു പ്ലാന്റ് സെല്ലിന്റെ വാക്യൂളിലാണ് നമുക്ക് കാണാൻ പറ്റുക. വാക്യൂളിലാണ് ഉണ്ടാവുക. ഈ ആന്തോസയാനിൻ കൊടുക്കുന്ന നിറം എന്ന് പറയുന്നത് ബ്ലൂ, പർപ്പിൾ, റെഡ് ഒക്കെയാണ്. ഇപ്പൊ ആപ്പിൾ അങ്ങനെയൊക്കെ, ആപ്പിളിലൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഞാവൽപ്പഴം പോലെയുള്ള ഫ്രൂട്ട്സിനും ഒക്കെ കൊടുക്കുന്നത് ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് കളറ് കൊടുക്കുന്നത്. അപ്പൊ ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫിൽ ആൻഡ് ബീറ്റാറ്റിൻ. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ബീറ്റാറ്റിൻ കൊടുത്താണ്
അതുപോലെ ആന്തോസയാനിനും ഇതിലില്ല. ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആന്തോസയാനിൻ എന്ന് പറയുന്നത്. ഇതിൽ ജസ്റ്റ് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരോട്ടിൻ ആൻഡ് സാന്തോഫിൽ എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്, വൈ ദ ലീവ്സ് ഇൻ ഷെയ്ഡി റീജിയൻ ഇസ് മോർ ഗ്രീൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഡൈക്കോട്ട് ലീവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീവ്സ് ഞാൻ മുൻപ് കാണിച്ചൊരു ഒരു കുട്ടിയുടെ സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് ലീവ്സിന്റെ മേൽഭാഗം നല്ല ഗ്രീനും താഴ്ഭാഗം ഗ്രീൻ കളർ കുറവും എന്ന് ചോദിച്ചു അല്ലെ? കാരണം എന്ന് നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലോറോഫിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മേൽഭാഗത്താണ്, താഴ്ഭാഗത്ത് അത്രയും ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ upper part of the leaves is more greener than the lower part എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞത്. വേറൊരു ചോദ്യം ഇതാണ്, എന്താണ് ലീവ്സ് ഷെയ്ഡി റീജിയനുള്ള ലീവ്സ് ഒരുപാട് ഗ്രീൻ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ക്ലോറോഫിൽ കണ്ടന്റ്, അതായത് ഭയങ്കരമായിട്ട് ഗ്രീൻ ആയിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഷെയ്ഡി റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സൺലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? സൺലൈറ്റ് വലുതായിട്ട് നമുക്ക് സൺലൈറ്റ് ഒന്നും ലീവ്സിലേക്ക് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോഫിൽ കൂട്ടണം. ക്ലോറോഫിൽ കൂട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ക്ലോറോഫിൽ കൂട്ടിയാൽ മാത്രമേ കുറച്ച് സൺലൈറ്റ് കിട്ടുന്നതെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടുന്നതേ കുറച്ചാണ്. അതായത് നല്ലപോലെ സൺലൈറ്റ് ഉള്ള ഒരു അവസ്ഥ അല്ല അല്ലെ? വളരെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ക്ലോറോഫിലും വളരെ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അതിന് ഫോട്ടോസിന്തസിസ് നേരെ നന്നായിട്ട് നടത്താൻ പറ്റില്ല അല്ലെ? പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? നല്ലപോലെ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ പ്ലാന്റ്സിന് തന്നെയുള്ള ഒരു സംവിധാനമാണ്. നോക്കൂ, അപ്പൊ പ്ലാന്റ്സ് തന്നെ അതിന് വേണ്ടിയിട്ട് സജ്ജമാകുകയാണ് എന്ന് പറയാം. അതിന്റെ ഒരു അഡാപ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പൊ നമ്മൾ അനിമൽസിന്റെ കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോ എന്താണ്, തണുപ്പുള്ള പ്രദേശങ്ങളിലുള്ള മൃഗങ്ങളിലൊക്കെ ഭയങ്കര കട്ടിയുള്ള ഫെർ കാണപ്പെടുന്നു എന്നുള്ളൊക്കെ പറയുന്ന പോലെ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാകുന്ന അതിന്റെ തന്നെ എന്താ ബോഡി ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. ഷെയ്ഡി ആയിട്ടുള്ള ഭാഗത്തിൽ സൺലൈറ്റ് കിട്ടില്ല, അതിനു വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാം, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റ്സ് ക്ലോറോഫിൽ കൂട്ടുന്നുണ്ട്. ആ ക്ലോറോഫിൽ കൂട്ടുന്ന പക്ഷം ഒരുപാട് സൺലൈറ്റ് ഇല്ലെങ്കിലും ഉള്ള സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് സണ്ണിൽ ഫുൾ ആയിട്ടും ഉള്ള, അതായത് സണ്ണിന്റെ ഫുൾ എന്താ പറയാ, സണ്ണിൽ നന്നായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സൂര്യപ്രകാശം മൊത്തമായിട്ട് കിട്ടുന്ന ചെടികളെക്കാൾ കൂടുതലായിട്ടും പച്ചയായിട്ട് ഉണ്ടാവുക ഈ മറവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഷെയ്ഡി റീജിയനിൽ നിൽക്കുന്ന തണലത്ത് നിൽക്കുന്ന ചെടികൾക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി മുതൽ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു ചിത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല ഗ്രീൻ ആണ്, നല്ല ഗ്രീൻ ആണ്. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, തണലത്തുള്ള ചെടികൾ, അതായത് വലുതായിട്ട് സൺലൈറ്റ് ഒന്നും കിട്ടാത്ത ഒരു ചെടികളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എടുത്ത് നോക്കുക. നല്ലപോലെ സണ്ണിന് എക്സ്പോഷർ കിട്ടുന്ന ഒരു ചെടിയിൽ ലീഫ് എടുത്ത് നോക്കുക, ഡിഫറൻസ് വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഗ്രീൻ ആയിരിക്കുന്നത് ഷെയ്ഡി റീജിയനിലുള്ള ആ ഒരു പ്ലാന്റിലെ ലീഫിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഗ്രീൻ കളറ് കാണാൻ പറ്റുക. സോ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ. ഇനി ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ലീവ്സിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ല, എവിടെയൊക്കെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ അവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ എല്ലാം തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. സോ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള എല്ലാവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് എവിടെയൊക്കെയാണ് നടക്കുന്നത് നോക്കൂ. ചില ഭാഗങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? ഓർക്കിഡിന്റെ ഏരിയൽ റൂട്ട്സ് അല്ലെ? അത് താഴേക്ക് തൂങ്ങി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഏരിയൽ റൂട്ടുകൾ എന്നാണ് അതിൽ പറയുന്നത്. ഏരിയൽ റൂട്ട്സ് ആണ്. സാധാ പോലെ എന്താണ് മണ്ണിനടിയിലേക്ക് പോകുന്ന അല്ലെ,
സാധാ ഒരു ചെടിയിലെ പോലെ മണ്ണിലേക്ക് പറ്റിപ്പിടിച്ച് നിൽക്കുന്നതോ അങ്ങനെയുള്ള റൂട്ടുകളൊന്നും അല്ല. അല്ലെ? താഴേക്ക് അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഏരിയൽ റൂട്ടുകൾ എന്നാണ് പറയുന്നത്. ഓർക്കിഡിന്റെ ഏരിയൽ റൂട്ടിൽ നടക്കാറുണ്ട് ഫോട്ടോസിന്തസിസ്. അതേപോലെ കാക്ടസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാക്ടസ് എന്ന് പറയുന്ന കള്ളിമുള്ളിച്ചെടികൾ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? കള്ളിമുള്ളിച്ചെടികൾ എന്ന് പറയുന്നുണ്ട്. കാക്ടസ് എന്നൊക്കെ പറയുന്ന ഡെസേർട്ട് റീജിയനിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ചെടികളാണ് എന്ത്? കാക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ കാക്ടസിലും എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നത് യങ് സ്റ്റെമ്മിലാണ്. അപ്പൊ യങ് ആയിട്ടുള്ള സ്റ്റെം ആകുന്ന സമയത്ത് അതിലും എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെയും ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പൊ എവിടെയെല്ലാം ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലാന്റ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലാന്റ്സിലേക്ക് എത്തുന്നത്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിലേക്ക് എത്തുന്നതിന്റെ പാത്ത് കാണിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? സ്റ്റൊമാറ്റ വഴി, അല്ലെ? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണല്ലോ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണെങ്കിലും ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും എല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ്? ആസ്യരന്ധ്രം എന്ന് പറയുന്ന സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? സ്റ്റൊമാറ്റിനെ പറ്റി നിങ്ങൾ പഠിച്ചതാണ്. സ്റ്റൊമാറ്റ എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസിയസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിച്ച് അത് സ്റ്റൊമാറ്റ വഴി അത് ലീവ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഒരു പാത്വേ ആയിട്ട് പറയുന്നത്. ഇനി വെള്ളം എങ്ങനെയാണ് എത്തുക? വെള്ളം എത്തുന്നത് എന്താണ്? നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അത് മണ്ണിലാണ് ആ വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. അപ്പൊ അത് റൂട്ട് വലിച്ചെടുക്കുന്നു. മണ്ണിൽ നിന്നും വെള്ളം റൂട്ട് വലിച്ചെടുത്ത് വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ട് എപ്പോഴും നടത്തുന്നത് എന്താണ്? സൈലമാണ്. ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡിന്റെ ട്രാൻസ്പോർട്ടിനാണ് ഫ്ലോയം ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ടർ ആൻഡ് മിനറൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് സൈലമാണ്. സൈലം, ഫ്ലോയം എന്നൊക്കെ പറ്റി പഠിക്കാൻ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ സൈലം എന്താണ്, ഫ്ലോയം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ +1 പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് സൈലത്തിലൂടെയാണ് വെള്ളം ലീവ്സിലേക്ക് എത്തുന്നത്. സൈലം എന്ന കുഴലിലൂടെ സോയിലിൽ നിന്നും റൂട്ട് അല്ലെങ്കിൽ വേര് വലിച്ചെടുത്ത വെള്ളം സൈലത്തിലൂടെയാണ് ലീവ്സിലേക്ക് എത്തുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലാന്റ്സിലേക്ക് എത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിലൂടെ സ്റ്റൊമാറ്റ വഴി ലീവ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഇനി വാട്ടർ ആണെങ്കിലോ സോയിലിൽ നിന്ന് എന്താ റൂട്ട് വഴി വെള്ളം വലിച്ചെടുത്ത് അത് സൈലത്തിലൂടെ ലീവ്സിന്റെ ഉള്ളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്ലാന്റ്സിലേക്ക് എത്തുന്നത്. ഇനി ഫോട്ടോസിന്തസിസിന്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ചിത്രമാണ്. ഇതത്ര ക്ലിയർ അല്ല, എന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളൊന്ന് ജസ്റ്റ് അത് നോക്കുക. ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസിന്തസിസിന്റെ കെമിസ്ട്രി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുക എന്ന് പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ 2 ഭാഗങ്ങൾ നമുക്കുണ്ട്, അല്ലെ? എന്താണ്? ഗ്രാനയും ഉണ്ട്, സ്ട്രോമയും ഉണ്ട്. ഗ്രാനയും ഉണ്ട്, സ്ട്രോമയും ഉണ്ട്. ഗ്രാന എന്ന് പറയുന്നതിൽ എന്തെല്ലാമാണ്? പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം. അവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്യുകയാണ് അത് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ലൈറ്റ്, ഗ്രാനയിലെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ ഗ്രാനയിലെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതിൽ പിഗ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതിൽ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഗ്രാന. എന്നാൽ ഈ സ്ട്രോമ എന്ന് പറയുന്ന ഒരു ഭാഗം, ഈ ഗ്രാനയ്ക്ക് ചുറ്റും എന്തുണ്ട്? സ്ട്രോമയുണ്ട്, അല്ലെ? സ്ട്രോമയുണ്ട്. ആ സ്ട്രോമയിൽ എന്താണ്? ലൈറ്റ് അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്ന ഗ്രാനയിൽ നടക്കുന്ന ഫേസിന് പറയുന്നത്
ലൈറ്റ് ഫേസ് എന്നും ലൈറ്റ് പെടുത്താതെ നടക്കുന്ന ഫേസ് ആണ് സ്ട്രോമയിൽ നടക്കുന്നത്. അതിനെ നമ്മൾ ഡാർക്ക് ഫേസ് എന്നും പറയുന്നു. അപ്പൊ രണ്ട് ഫേസുകളായിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസിനെ തിരിക്കാനായി സാധിക്കുന്നു. ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഓക്കെ, ഡാർക്ക് ഫേസ് ആൻഡ് ലൈറ്റ് ഫേസ്. അപ്പൊ ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗപ്പെടുത്താത്തതും ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതുമാണ്. അപ്പൊ ലൈറ്റ് ഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നു. H2O എന്ന് പറയുന്നത് വെള്ളം സ്പ്ലിറ്റ് ആയി അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. അതേപോലെ ഹൈഡ്രജനും ഉണ്ടാവുന്നില്ലേ? വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നു, ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? ഓക്സിജൻ ഇപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായില്ലേ? വെള്ളത്തിന്റെ സ്പ്ലിറ്റിങ്ങില് വെള്ളം സ്പ്ലിറ്റ് ആവുന്നു. എവിടെ വെച്ച്? ഗ്രാനിയിൽ വെച്ച് വെള്ളം സ്പ്ലിറ്റ് ആവുമ്പോഴാണ് ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നത്. അതായത് H2O എന്ന് പറയുന്ന വെള്ളം, H2O എന്ന് പറയുന്ന വെള്ളം സ്പ്ലിറ്റ് ആയിട്ടാണ് ഓക്സിജനും അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാവുന്നത്. ഓക്സിജനും ഉണ്ടാകുന്നു, ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജൻ എന്താകുന്നുണ്ട്? അവിടെ നിന്ന് റിലീസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുന്നത് വെള്ളം സ്പ്ലിറ്റ് ആയിട്ടാണ്. ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തി. സ്ട്രോമയിലാണല്ലോ ഡാർക്ക് ഫേസ് നടക്കുന്നത്. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തി. ഇനി ഇവിടെ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഗ്രാനിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയായി മാറ്റി ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഗ്രാനിയിലാണ്. അപ്പൊ നമ്മൾ ഗ്രാനിയില് എന്ത് സംഭവിക്കുന്നു? ഗ്രാനിയില് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. കെമിക്കൽ എനർജി ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ഗ്രാനിയില് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? ATPയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ ATPയില് ഗ്രാനിയിൽ എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് എനർജി എന്തായിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അത് ATPയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതിക്കൂടെ? അല്ലെ? ഗ്രാനിയിൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജി is converted into chemical energy and it is stored in the ATP. ATPയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത്രയും കാര്യങ്ങളാണ് എവിടെ നടക്കുന്നത്? ലൈറ്റ് ഫേസ് എന്ന് പറയുന്ന ഫേസില് ഗ്രാനിന്റെ ഉള്ളിൽ നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റ് ആയി, ഓക്സിജൻ റിലീസ് ചെയ്തു, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തി. അപ്പൊ വെള്ളം, നിങ്ങളപ്പോ ആലോചിക്കണം, ഓക്സിജൻ അപ്പൊ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിൽ ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുന്നു? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ ലൈറ്റ് എനർജി ഉപയോഗിച്ചു, അത് കെമിക്കൽ എനർജി ആക്കി മാറ്റി ATPയിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നടക്കാൻ പോകുന്നത് ഡാർക്ക് ഫേസ് ആണ്. അവിടെ ഡാർക്ക് ഫേസിന്റെ സമയത്ത് ലൈറ്റ് അവിടെ എന്ത് ചെയ്യുന്നില്ല? ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. നമ്മളെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചല്ലോ. ലൈറ്റ് ഫേസിന്റെ സമയത്ത് നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്? ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു, അല്ലെ? എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചത്? ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ആ ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുക. അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി വേണം, അല്ലെ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പൊ H2O എന്ന് പറയുന്നതിൽ നിന്നും
H2O നിന്നും എന്ത് സംഭവിച്ചിട്ടുണ്ട്? H2O നിന്നും പുറത്തേക്ക് വന്ന അല്ലെങ്കിൽ അതിൽ നിന്നും സ്പ്ലിറ്റ് ആയിട്ട് വന്ന ഹൈഡ്രജൻ, H2O നിന്നും പുറത്തേക്ക് സ്പ്ലിറ്റ് ആയിട്ട് വന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്ട്രോമയിലെത്തി, അടുത്ത ഡാർക്ക് ഫേസ് നടക്കുന്ന സ്ട്രോമയിലെത്തി. അവിടെ വെച്ച് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് അവിടെ ഉണ്ടാകുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് അവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. എന്തിന്റെ ഹെൽപ്പോടുകൂടി? ATPന്റെ ഹെൽപ്പോടുകൂടി. ATP എന്ന് പറയുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും സ്പ്ലിറ്റ് ആയ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ടാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. അത് നടക്കുന്നത്, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണം, നിങ്ങൾ പറയേണ്ട പേര് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്രാനിയിൽ വെച്ചിട്ടാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റിങ്ങും ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജിയായി മാറ്റി ATPയിൽ സ്റ്റോർ ചെയ്യുന്നതുമാണ് ഗ്രാനിയിൽ നടക്കുന്നത്. അത് ലൈറ്റ് ഫേസ് ആണ്. സ്ട്രോമയിൽ നടക്കുന്നത് അത് ഡാർക്ക് ഫേസ് ആണ്. അവിടെ ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല. ATPയിലുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും സ്പ്ലിറ്റ് ആയ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ ഇത്രയുമാണ് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചു എന്നിരിക്കട്ടെ, ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഓക്സിജൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നത് ഗ്രാനിയിൽ വെച്ച് ലൈറ്റ് ഫേസിലാണ്. ഫുഡ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത് സ്ട്രോമയിലെ ഡാർക്ക് ഫേസിന്റെ സമയത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇതാണ് ഒരു ഫോട്ടോസിന്തസിസിന്റെ ബാക്കിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത്. ദ കെമിസ്ട്രി ബിഹൈൻഡ് ദ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക എന്താണ് ഫോട്ടോസിന്തസിസിന്റെ കെമിസ്ട്രി എന്ന്. ആ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോർമുല പോലെയൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഞാൻ കാണിച്ചു തന്നല്ലോ, ഗ്രാനയില് ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയായി മാറുന്നു, അത് ATPയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് തന്നെ പഠിക്കാം. അതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ വാട്ടർ ഇതിന് സ്പ്ലിറ്റ് ആയി ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ. ഇപ്പൊ ഇക്വേഷനോ അല്ലെങ്കിൽ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ പെട്ടെന്ന് എഴുതുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഇനി the scientist behind the discovery of cyclic reaction of dark phase. ഡാർക്ക് ഫേസിന്റെ ആ റിയാക്ഷൻ, ഡാർക്ക് ഫേസിൽ എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് ഉപയോഗിക്കുന്നില്ല അല്ലെ? അതിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നതും സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഹൈഡ്രജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ATP ഉപയോഗിച്ചുകൊണ്ട് എന്നൊക്കെ അതിന്റെയൊക്കെ ആ സൈക്ലിക് റിയാക്ഷൻ എല്ലാം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഡാർക്ക് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അവിടെ ലൈറ്റ് മാത്രം ഉപയോഗപ്പെടുത്തിയ ഒരു ഫേസ് അല്ല ഉള്ളത് ഫോട്ടോസിന്തസിസിൽ. അവിടെ ഒരു ഡാർക്ക് ഫേസ് ഉണ്ട്, വേർ ദർ ഇസ് എ നോ നീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് ഫേസിന് മറ്റൊരു പേരാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഡാർക്ക് ഫേസിന്റെ കെമിക്കൽ റിയാക്ഷൻ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് മെൽവിൻ കാൽവിൻ. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ട്, ഇതാണ് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൺലൈറ്റ് വേണം. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ കടന്നു ചിന്തിക്കുന്നില്ല അല്ലെ? നിങ്ങൾ ഇതുവരെയും പഠിച്ചു വന്നത് നിങ്ങൾ ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണം, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, എന്നാൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. അതേപോലെ വെള്ളവും വേണമെന്ന് അറിയാം. പക്ഷെ ഇത് എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ വെള്ളം എന്തിനാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാണ് ഇതൊക്കെ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബാക്കിൽ കെമിസ്ട്രി ബിഹൈൻഡ് ദ ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത്. വെള്ളം എന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം സ്പ്ലിറ്റ് ആയിട്ടാണ് അത് റിലീസ് ആവുന്നതെന്നും ഹൈഡ്രജൻ എന്ന് പറയുന്നത് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേരുമ്പോഴാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുന്നതെന്നും മനസ്സിലായി. അതുപോലെ ക്ലോറോഫിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും,
സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ക്ലോറോഫിൽ ആണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും, ക്ലോറോപ്ലാസ്റ്റിലാണ്. സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ പറയണം ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഗ്രാന എന്ന് പറയുന്ന അതിനുള്ളിൽ ആണ് ഈ ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ക്ലോറോഫിൽ മാത്രമല്ല, ക്ലോറോഫിൽ തന്നെ ക്ലോറോഫിൽ എ, ബി, അതേപോലെ സാന്തോഫിൽ, കെരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റുകളെല്ലാം തന്നെ ഈ ഗ്രാനിന്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതേപോലെ എന്താണ്, ഗ്രാനയ്ക്കുള്ളിൽ ഇത്രയും പിഗ്മെന്റുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്നെ എന്താണ് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നില്ല. ക്ലോറോഫിൽ എ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കെരോട്ടിനും എല്ലാം ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ അക്സസറി പിഗ്മെന്റ് എന്നാണ് പറയുന്നത്. ഇത്രയും പറയാൻ പറ്റണം. ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്താണെന്നും അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. മൊത്തം എന്താണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ എത്തിയത് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിന് ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അത് ഗ്രാന, സ്ട്രോമ, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ് എന്നൊക്കെ ഉള്ളത്. അപ്പോ ഇദ്ദേഹമാണ് എന്താണ് ഈ ഒരു ഡാർക്ക് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട് എന്ന് കണ്ടെത്തി തന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇത് കണ്ടെത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1961 ഈ ഒരു ഡിസ്കവറിക്ക് വേണ്ടിയിട്ട്, ഈ കണ്ടെത്തലിനായിട്ട് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതെന്താണ് ആ സൈക്കിളിന്റെ പേര്, ഡാർക്ക് ഫേസിന്റെ സൈക്കിളിന്റെ പേര് കാൽവിൻ സൈക്കിൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്മഡ് ആഫ്റ്റർ മെൽവിൻ കാൽവിൻ, അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നുള്ളതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്ന സംഭവം, ഫോർമുല ഇത് തന്നെയാണ്. എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ലൈറ്റിന്റെ പ്രസൻസിൽ, ക്ലോറോഫിലിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ആവുന്നു, ഓക്സിജനും തരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് കാർബൺ ഡൈ ഓക്സൈഡ്, എന്തിനാണ് വാട്ടർ, അല്ലെങ്കിൽ ലൈറ്റ്, ക്ലോറോഫിൽ, ഗ്ലൂക്കോസ് എങ്ങനെ ഉണ്ടാവുന്നു, ഓക്സിജൻ എങ്ങനെയാണ്, എന്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് അത് പക്കയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ആണ്. അപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളും മറ്റും ഒക്കെ നമ്മൾ പഠിച്ചു. ക്ലോറോപ്ലാസ്റ്റ്, ഗ്രാന, സ്ട്രോമ, ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിന്റെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. എന്താണ് ഷെയ്ഡി റീജിയനിൽ ഇത്രയും ഗ്രീൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ബാക്കി എവിടെയൊക്കെ നടക്കുന്നു, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു. അതിൽ ഗ്രാന, സ്ട്രോമ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. അതിലുള്ള പിഗ്മെന്റുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ ആന്തോസയാനിൻ, അതുപോലെ കരോട്ടിൻ, സാന്തോഫിൽ, ബീറ്റാറ്റിൻ, അതിന്റെ കളർ എന്താണ് ഉള്ള കാര്യങ്ങളും മറ്റും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫോട്ടോസിന്തസിന്റെയും അതുപോലെ ഓക്സിജൻ ഡയോക്സൈഡ് ബാലൻസ്, പിന്നെ നമ്മൾ തുടക്കത്തിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ചെറുതായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങൾ വെച്ചിട്ടാണ് നിർത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് എന്താണ് സംഭവിക്കുക അല്ലെ. നമ്മൾ ഫോട്ടോസിന്തസിസ് നമ്മളിപ്പോ എവിടെ എത്തി, ഫോട്ടോസിന്തസിസ് നമ്മൾ ഗ്ലൂക്കോസ് നിർമ്മിച്ചിട്ടുണ്ട്, ഗ്ലൂക്കോസ് അവിടെ ആയിട്ടുണ്ട്, ഗ്ലൂക്കോസ് അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലൂക്കോസ് എന്താവും, എന്താണ് സംഭവിക്കുന്നത് ഗ്ലൂക്കോസിന് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് അടുത്ത ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്ലൂക്കോസിന് എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്ര വരെ വെച്ച് ഞാൻ നിർത്താണ്. ഇത്ര വരെ എടുത്തതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.